എപ്സ്റ്റീൻ ഫയൽസിലെ രഹസ്യങ്ങൾക്ക് പിന്നാലെ ചുറ്റിക്കറങ്ങുകയാണ് ലോകം. 35ഓളം വരുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയാണ് ഈ ജെഫ്രി എപ്സ്റ്റീൻ പീഡിപ്പിച്ചിരിക്കുന്നത്. അറിയപ്പെട്ട കേസുകൾ. അതെ, ഒരുപാട് അറിയപ്പെട്ട കേസുകൾ. പ്രമുഖരായിട്ടുള്ള ആളുകൾ പോലും അദ്ദേഹത്തിന്റെ വലയിൽപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ എപ്സ്റ്റീൻ ഫയൽസ് ഇപ്പോൾ ഇത്രയും വലിയ ശ്രദ്ധേയമായിട്ട് മാറിത്തീരുന്നത്? ഇത് അമേരിക്കയിൽ ഏറെ കുട്ടിഘോഷിക്കപ്പെട്ടൊരു ബന്ധമുണ്ടായിരുന്നു. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ, മാഗ എന്ന് പറയും, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ പശ്ചാത്തലത്തിലാണ് ട്രംപ് രണ്ടാമത് അമേരിക്കൻ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ട്രംപ് തോക്കുമെന്ന് എല്ലാവരും വിചാരിച്ചിരുന്നു, പക്ഷേ ഇത് ഭയങ്കരമായിട്ട് അമേരിക്ക ഹിറ്റായി. അതിൽ ട്രംപിൻ്റെ പ്രധാന പാർട്ണറായിരുന്നു എലോൺ മസ്ക്, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനോ കോടീശ്വരനോ, മാത്രമല്ല ശൂന്യാകാശത്ത് വരെ ഹൗസിംഗ് കോളനി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നയാൾ, ലോകത്തിലെ എല്ലാ ലോകരാഷ്ട്രങ്ങളും ബഹുമാനിക്കുന്നയാൾ. ആ എലോൺ മസ്ക് ട്രംപുമായിട്ട് അവസാന അഭിപ്രായ വ്യത്യാസം വന്നു. ഇതൊരു വശം. ഇവിടെ കൗശലക്കാരനായ ഒരു ബ്രോക്കർ എന്ന് വേണേൽ പറയാം, കച്ചവടക്കാരൻ എന്ന് വേണേൽ പറയാം. ട്രംപും ട്രേഡർ എന്ന് പറഞ്ഞത് അതുപോലൊരു കച്ചവടക്കാരായിരുന്നു എപ്സ്റ്റീൻ. എപ്സ്റ്റീൻ സാധാരണ മനുഷ്യനായിരുന്നു, പക്ഷേ ചെറുപ്പത്തിൽ തന്നെ കുറ്റവാസനകൾ, മറ്റുള്ളവരുടെ കുറ്റവാസനയുണ്ട്. ചിലപ്പോൾ മോഷ്ടിക്കുന്നവരുണ്ടാവും, ചിലപ്പോൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരുണ്ടാവും, കല്ലെടുത്തെറിയുന്നവരുണ്ടാവും, നാശം. ഇതങ്ങനെയല്ല, എല്ലാവിധ കുറ്റങ്ങളും ഈ പറഞ്ഞത് കൂടാതെ തന്നെ ബാലപീഡനം, പിള്ളേരെ തട്ടിക്കൊണ്ടുപോകൽ, അങ്ങനെയുള്ള പീഡനങ്ങളുടെ കേസുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായിരുന്നു ആര്? എപ്സ്റ്റീൻ. ഈ എപ്സ്റ്റീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രായപൂർത്തിയാകാത്ത അണ്ടർ ഏജ് ആയിട്ടുള്ള സ്ത്രീകളെയാണ് ഇയാൾക്ക് വലിയ താല്പര്യം. ഇയാൾ ആദ്യം ജോലി ആരംഭിക്കുന്നത് ഒരു മാത്തമാറ്റീഷ്യൻ, കണക്കിന്റെ അധ്യാപകനൊക്കെ ആയിരുന്നു. ഫിനാൻഷ്യൽ അഡ്വൈസ്. അതൊക്കെ അത് പിന്നീടൊക്കെയാണ്. ആദ്യം അധ്യാപനത്തിലൂടെയാണ് ജോലി തുടങ്ങുന്നത്, ഈ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ എങ്ങനെയാണ് ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ തൻ്റെ വലയിലേക്ക് ആക്കേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് എപ്സ്റ്റീൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഇദ്ദേഹം ബാങ്കിങ് മേഖലയിലേക്ക് വരുന്നു. അങ്ങനെ പല പരിപാടികളും ഫിനാൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വർക്കുകൾ ചെയ്യുന്നു. പിന്നീടാണ് ഈ സെക്സ് ട്രാഫിക്കിംഗ് എന്ന് പറയുന്ന ഈ ലൈംഗിക കടത്ത്, പെൺകുട്ടികളെ പല ലോകരാജ്യങ്ങളിൽ നിന്നും കടത്തുക, എന്നിട്ട് വലിയ 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 വ്യവസായികൾക്ക്, രാഷ്ട്രീയക്കാർക്ക് ഒക്കെ വിൽപ്പന നടത്തുക, എന്നിട്ട് അവരുടെ ഫോട്ടോസും മറ്റ് കാര്യങ്ങളുമൊക്കെ കയ്യിൽ സൂക്ഷിക്കുക. ഇത്തരത്തിലുള്ള ഒരു പരിപാടികളിലൂടെ പണം കണ്ടെത്തിയ ഇദ്ദേഹത്തിന്റെ ഒരു സ്രോതസ്, പണത്തിന്റെ സ്രോതസ് എന്ന് പറയുന്നത് വളരെ മിസ്റ്റീരിയസ് ആണ്. അതെ, ഏതൊക്കെ വഴികളിലൂടെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. ഉണ്ടാകാവുന്ന എല്ലാ വഴികളിലും. അതെ, ഇപ്പൊ ഉയർന്നു കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് ഈ അദ്ദേഹത്തിന്റെ പേര് ഏതാണ്ട് 1600 തവണയാണ് ഇപ്പം പുറത്തു വന്നിരിക്കുന്ന ഈ എപ്സ്റ്റീൻ ഫയൽസിൽ ഡൊണാൾഡ് ട്രംപിന്റെ പേര് സൂചിപ്പിച്ചിരിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ട്രംപും അതിക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ചിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇതിൽ ഈ കൊച്ചു പെൺകുട്ടികളിലേക്ക്, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളിലേക്ക് സെക്സ് റാക്കറ്റുകാരുടെ ശ്രദ്ധ തിരിയാൻ തുടങ്ങിയത് എയ്ഡ്സ് എന്ന് പറഞ്ഞ അസുഖം വരാൻ തുടങ്ങിയ പിന്നെയാണ്. കൂടുതൽ പേരുമായി അപരിചിതരുമായ കൂടുതൽ പേരുമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പെൺകുട്ടികൾക്ക്, അല്ലെ പെണ്ണുങ്ങൾ, സ്ത്രീകൾക്ക് ഈ അസുഖം ഉണ്ടാകാനും അവരിൽ നിന്നും തങ്ങൾക്ക് ഇതുണ്ടാകുമോ എന്നുള്ള ഭയം വന്നു. അപ്പോൾ എളുപ്പ വഴിയായിട്ട് കണ്ടുപിടിച്ചത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്ത ഫ്രഷ് ആയിട്ടുള്ള പെൺകുട്ടികളായിട്ട് ബന്ധപ്പെടാൻ ലോകത്തിലെ, അതിന് എത്ര വേണേൽ കൊടുക്കാൻ തയ്യാറുള്ളവർ, സമ്പന്നര്, കാരണം പേടിക്കണ്ടല്ലോ, സമ്പന്നര് തയ്യാറായി. ആ അവസരം നന്നായി മുതലെടുത്ത ആളാണ് എപ്സ്റ്റീൻ. നന്നായിട്ട് മുതലെടുത്തു. അങ്ങനെയാണ് ഇയാളുടെ ശ്രദ്ധ പെൺകുട്ടികളെ കച്ചവടം ചെയ്യുന്നതിലേക്ക്, അല്ലെങ്കിൽ പെൺകുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിലേക്ക്, മറ്റുള്ളവർക്ക് കൂട്ടിക്കൊടുക്കുന്നതിലേക്ക് ഇയാളുടെ ശ്രദ്ധ തിരിയുന്നത്. ആ വലയിൽ പെടാത്തവരായിട്ട് ആരുമില്ല. എല്ലാ രാഷ്ട്രീയ കക്ഷികളും, എല്ലാ സമുദായത്തിൽപ്പെട്ടവരും, എല്ലാ രാജ്യത്തിൽപ്പെട്ടവരും പരസ്പരം മത്സരിക്കുകയായിരുന്നു. ഇവൻ അതിനുവേണ്ടി അവിടെ ഒരു ഐലൻഡ് തന്നെ സ്വന്തമായിട്ടുണ്ടാക്കി. അതെ, ഏതാണ്ട് 75 ഏക്കറോളം വരുന്ന ഒരു സ്വകാര്യ ഐലൻഡ്. അതിപ്പോൾ നമുക്കറിയാവുന്നത്, അതിനേക്കാൾ കൂടുതലുണ്ടോ എന്ന് ആർക്കും അറിയത്തില്ല. പുറമെ വരുന്ന കണക്കുകൾ കണക്കും അത്രേ ഉള്ളൂ, 75 ഏക്കറേ ഉള്ളൂ. ഈ 75 ഏക്കറിൽ ഇയാൾ കൊടുക്കുന്ന സുഖസൗകര്യങ്ങൾ സ്വീകരിക്കാൻ പോകാത്തവരായിട്ട് ആരുമില്ല. ആ രീതിയിലാണ് ഇയാൾ ആൾക്കാരെ സ്വാധീനിച്ചത്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് കസ്റ്റഡിയിലുണ്ട്. അല്ല, ഇതിലൂടെ ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ആഗ്രഹിക്കുന്ന നിരവധി രാഷ്ട്രീയക്കാരും കോടീശ്വരന്മാരും നമ്മുടെ നാട്ടിലുണ്ടെന്നാണോ? ഇഷ്ടംപോലെ. അല്ലെങ്കിൽ ബിസിനസ് ഇല്ലല്ലോ.
ഇപ്പം മാത്രമല്ല എല്ലാ കാലത്തും ഉണ്ട്. അതൊക്കെ ശരിയാണ്. എന്താണ് ഈ എപ്സ്റ്റീൻ്റെ പിന്നിലുള്ള ആരാണ് ഇയാൾക്ക് പിന്നിൽ? തീർച്ചയായിട്ടും ജെഫ്രി എപ്സ്റ്റീനെ നിയന്ത്രിക്കുന്ന ഒരു വലിയ ശക്തിയുണ്ട്. അയാള് അവരുടെ നിർദ്ദേശത്തിനനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരാളുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. ആരാണ് അയാൾ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇപ്പൊ ഇവിടെ പുറത്തു വരുന്നൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇയാളൊരു ചാരനായിരുന്നു എന്ന് പോലും പറയുന്നു. അതായത് ഒരു ലോകരാജ്യത്തിന്റെ ചാരനായിരുന്നു ജെഫ്രി എപ്സ്റ്റീൻ. ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ എല്ലാം കൊടുക്കുക, എന്നിട്ട് അവരുടെ ഫോട്ടോ എടുക്കുക, മറ്റ് സ്വകാര്യ ഇപ്പോൾ ഒരുപാട് ഫോട്ടോസ് ഒക്കെ ആണല്ലോ. അതായത് വെറും അണ്ടർവെയറിൽ പോലും നിൽക്കുന്ന പല നേതാക്കളുടെയും ഫോട്ടോസ് പോലും പുറത്തു വന്നിട്ടുണ്ട്. ഏതാനും കുറച്ച് ഡീറ്റെയിൽസേ നിലവിൽ പുറത്തു വന്നിട്ടുള്ളൂ. ഞെട്ടിപ്പിക്കുന്ന നിരവധി കാര്യങ്ങൾ വരും ദിവസങ്ങളിലേക്ക് പുറത്തു വരുന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഞാൻ ചോദിക്കുന്നത് ആരാണ് ഇയാൾക്ക് പിന്നിൽ? ഒരാളുണ്ട്, നമുക്കറിയാം ശരിക്കും ആരാണെന്നുള്ളത്. പക്ഷെ അത് എത്രമാത്രം വ്യക്തമാക്കാൻ പറ്റും എന്നുള്ളതാണ്. എന്താണ് സാർ പറയാനുള്ളത്? ഇത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നമ്മുടെ ലോകരാജ്യങ്ങളെ നിയന്ത്രിക്കുന്ന, ഇപ്പം ലോകരാജ്യങ്ങൾ ഭയത്തോടെയും ബഹുമാനത്തോടെയും കാണും. ഈവൻ അമേരിക്ക വരെ ബഹുമാനത്തോടെ കാണുന്നൊരു കുഞ്ഞ് ചെറിയ രാജ്യമുണ്ട്, ജനസംഖ്യയിൽ ചെറുതാണ്, ആയുധശക്തിയിലും വേണമെങ്കിൽ ചെറുതെന്ന് പറയാം, ഇസ്രായേൽ. പക്ഷേ ഈ ചെറിയ ശക്തി വെച്ചുകൊണ്ട് ലോകത്തെ അമേരിക്ക ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും നിയന്ത്രിക്കുന്നത്. എന്തിന്? ഇറാന് പോയി ഇസ്രായേലിനെ ഭയമാണ്. ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ ധൈര്യമുള്ള, വളരെ ഒളിച്ചു നിന്ന് വല്ല ബോംബ് വയ്ക്കുക എന്നുള്ളതല്ലാതെ നേരെ ഇസ്രായേലിനോട് ഏറ്റുമുട്ടാൻ ധൈര്യമുള്ള ഒരു രാജ്യവും തൽക്കാലം ലോകത്തില്ല. അറബ് രാജ്യങ്ങളെല്ലാം കൂടെ ഒരു വശത്തും ഇസ്രായേൽ മാത്രം മറുവശത്തായിട്ടാണ് യുദ്ധത്തിൽ ഇസ്രായേൽ ജയിച്ചു. ആ ഇസ്രായേലിൻ്റെ പവർ എങ്ങനെയാണ്? എന്തുകൊണ്ട് ഇസ്രായേൽ ചെയ്യുന്ന പോക്കൃത്തരങ്ങൾക്ക് മറ്റ് രാജ്യങ്ങൾക്ക് എതിർക്കാൻ പറ്റാതെ വരും? അതാലോചിക്കണം. ഇസ്രായേലെ തെറ്റ് ചെയ്തെന്ന് ലോകം മുഴുവൻ പറയുമ്പോഴും ഫലപ്രദമായി ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? അതെ, അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ലോകരാഷ്ട്രങ്ങളുടെ മുഴുവൻ നേതാക്കന്മാരുടെ, അത് ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും, ഇപ്പോൾ ഇന്ത്യയിൽ ഒന്ന് ആലോചിക്കുക, BJP രാഹുൽ ഗാന്ധിയെയും മോഡിയെയും MA ബേബിയെയും കൈകാര്യം ചെയ്യുന്ന ഒരു നേതാവുണ്ടെങ്കിൽ, ഇവരുടെ വൃത്തികേടുകൾ അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് 3 പേരെ കൈകാര്യം ചെയ്തില്ലേ? അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഏത് രാഷ്ട്രീയ കക്ഷി അധികാരത്തിലിരുന്നാലും, രാജഭരണം വന്നാലും പട്ടാളഭരണം വന്നാലും, അവരെക്കുറിച്ചുള്ള മുഴുവൻ രഹസ്യങ്ങളും ഒരിക്കലെങ്കിലും ഇയാളുടെ ഈ ദ്വീപിൽ എത്തിച്ചിട്ടുണ്ടാവും. ഒരിക്കലെങ്കിലും 1 or 2 പ്രാവശ്യം ഇയാളുടെ ദ്വീപിൽ സൽക്കാരം സ്വീകരിച്ചു പോയാൽ പിന്നെ ആയുഷ്കാലം ഇയാൾക്കെതിരായി എപ്സ്റ്റീൻ പറയുന്ന പോലെ കേൾക്കാൻ ബാധ്യസ്ഥരാണ്. എപ്സ്റ്റീൻ പറയുന്ന പോലെ കേൾക്കാൻ ബാധ്യസ്ഥരെന്ന് പറഞ്ഞാൽ എപ്സ്റ്റീൻ ഒരു യജമാനുണ്ട്, അത് ഇസ്രായേലാണ്, മൊസാദാണ്. എപ്സ്റ്റീൻ, മൊസാദ്, ബ്ലാക്ക് മെയിൽ, മാസ്റ്റർ മൈൻഡ് തുടങ്ങിയ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. സ്പൈ ആയിരുന്നു, ഇസ്രായേലിന്റെ സ്പൈ ആയിരുന്നു എപ്സ്റ്റീൻ. അയാൾക്ക് വേറൊന്നും മാത്രമല്ല, ചാരപ്രവർത്തനത്തിന് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്നത് ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളാണ്. പമീല ബോട്ട് തുടങ്ങിയ ഇഷ്ടംപോലെ പേരുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടികളുടെ കസ്റ്റഡി ഉള്ളതുകൊണ്ട് ആ പെൺകുട്ടികളെ കാണിച്ചുകൊണ്ട് ലോക നേതാക്കന്മാരെ, മിലിറ്ററി ജനറൽമാരെയൊക്കെ അങ്ങോട്ട് വരുത്തുകയും രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുകയും ചെയ്യും. ഇവരുടെ 2 ഫോട്ടോ കിട്ടിയാൽ പോരെ. ഇവരെ കോംപ്രമൈസിങ് പൊസിഷനുള്ള 2 ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ ഇയാൾ രക്ഷപ്പെട്ടു. ഇയാൾ പറയുന്നത് അവർ കേൾക്കും. എലോൺ മസ്കും ട്രംപുമായിട്ട് തെറ്റാനുള്ള കാരണം പോലും ഈ രീതിയിലുള്ള ബ്ലാക്ക് മെയിലിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇയാൾ നടത്തി. ഈ എലോൺ മസ്ക് പോലും സ്പേസിനെ തൻ്റെ കാൽക്കീഴിലേക്ക് ആക്കാൻ ആഗ്രഹിക്കുന്ന അയാൾ പോലും ഈ രഹസ്യ ദ്വീപിലേക്ക് ഒരു മണിക്കൂറെങ്കിലും ചെലവഴിക്കാൻ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കാമിക്കുന്ന ഈ ഒരു രഹസ്യ ദ്വീപിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമോ എന്ന് എപ്സ്റ്റീനോട് ചോദിച്ചിട്ടുണ്ട്. എപ്സ്റ്റീൻ നിരസിച്ചു. കാരണം ഇപ്പോൾ തൽക്കാലം എലോൺ മസ്കിനെ നശിപ്പിക്കേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തെ കൂടെ കൂട്ടി നിർത്തിയാൽ മതി എന്നാണ്. കാരണം ട്രംപിനെതിരായിട്ട് പോരാടാൻ അത്യാവശ്യം വന്നാൽ ഇയാൾക്ക് കൂട്ടായിട്ട് ആരൊക്കെ? ഇലോൺ മസ്ക് മാത്രമോ? ബിൽ ക്ലിന്റൺ, ആൻഡ്രൂ രാജകുമാർ ബ്രിട്ടൻ, അതെ, നോം ചോസ്കി. നോം ചോസ്കിയുടെ പേരാണ് ഇതിൻ്റെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. കാരണം നോം ചോസ്കി എന്ന് പറയുന്നത് അമേരിക്കയുടെ മുതലാളിത്തത്തിനെതിരായി ലോകം മുഴുവൻ പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ്. ലോകത്തെ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ താരം. അയാളെ കൂടെ കസ്റ്റഡിയെടുത്ത റഷ്യയും ചൈനയും ഒന്നും മിണ്ടിയില്ലേ? അവിടെയൊക്കെ ഇയാൾക്ക് സ്വാധീനമുണ്ട്, നോം ചോസ്കിക്ക് സ്വാധീനമുണ്ട്. ഇത് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ പേര് പുറത്തു വരാതെ അവരത് രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ മിടുക്കന്മാർ. അതുകൊണ്ടാണ്, വേറെ കാര്യമൊന്നുമില്ല. ചൈനക്കാരും മോശക്കാരല്ല, ജപ്പാൻകാരും മോശക്കാരല്ല. ഏഷ്യയിലെ രാജ്യങ്ങളും ഈ കാര്യത്തിലും എല്ലാ രാജ്യങ്ങളും ഒപ്പം നിൽക്കും. പിന്നെ ആഫ്രിക്ക ചിലപ്പോൾ നിൽക്കണമെന്നില്ല, കാരണം അവർക്ക് വലിയ താല്പര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തതുകൊണ്ട്. ഇവിടെ എപ്സ്റ്റീൻ
ഈ രീതിയിൽ മുമ്പോട്ട് പോയിരുന്നെങ്കിൽ 2019 മറ്റങ്ങനെ മരിക്കുകയാണ്. മരണത്തെപ്പറ്റി ഇപ്പം നമ്മുടെ റോയിയുടെ മരണം പറഞ്ഞ പോലെ ഒത്തിരി ദുരൂഹതകൾ മാത്രമേ ഉള്ളൂ മരണത്തെപ്പറ്റി. സത്യസന്ധമായ ഒരു വിവരം പുറത്ത് വരുന്നില്ല. ചിലർ പറയും വിഷം കൊടുത്തു കൊന്നാന്ന് പറയും, ചിലർ പറയും ആത്മഹത്യ എന്ന് പറയും, ചിലർ പറയും സെൽമേറ്റ് ജയിലിലുണ്ടായിരുന്ന സഹ തടവുകാരനാണ് ഇയാളെ കൊന്നതെന്ന് പറയും. അപ്പം ഇങ്ങനെ പറയുന്ന എപ്സ്റ്റീൻ്റെ മരണം പോലും ദുരൂഹമാണ്. അവസാനം ശവം സംസ്കരിക്കുന്ന പ്രശ്നം വന്നു. ഇയാളെ കറക്ഷൻ സെൻ്ററിലാക്കി എപ്സ്റ്റീനെ. ഈ ഗുരുതരമായ തെറ്റുകളുടെ ആവർത്തനങ്ങൾ വന്നുകൊണ്ടിരുന്നപ്പോൾ ആ കറക്ഷൻ സെൻ്ററിൽ വെച്ചാണ് ഇയാൾ കൊല്ലപ്പെടുന്നത്. ഓഗസ്റ്റിലോ മറ്റാണ് കൊല്ലപ്പെടുന്നത്. 2019 ഓഗസ്റ്റിൽ കൊല്ലപ്പെടുന്നത്. അതായത് കൊല്ലപ്പെടുകയാണെന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇദ്ദേഹം മെഡിക്കൽ എക്സാമിനറുടെ റിപ്പോർട്ട് പ്രകാരം തൂങ്ങി മരിക്കുകയായിരുന്നു. തൂങ്ങി മരിക്കലും ദുരൂഹതയുണ്ട്. ദുരൂഹത തീർച്ചയായിട്ടും. ഇയാളെ ഒബ്സർവ് ചെയ്യാനായിട്ട് 30 മണിക്കൂർ ഇടപെട്ട് ഇയാളുടെ സെല്ല് നോക്കാനും ഇയാളുടെ മൂവ്മെൻറ്റ് ട്രേസ് ചെയ്യാനുള്ള എല്ലാ സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇയാൾക്ക് മരിക്കാൻ സാധിച്ചിരുന്നത്. അപ്പോൾ ഇതാരും അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു 13 വയസ്സുകാരിയുടെ ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ ആദ്യത്തെ കംപ്ലൈന്റ് 2005 അത് വരുന്നത്. അതിനെ തുടർന്നാണ് ഇയാളുടെക്കെതിരെ ഒരു ഈ കേസുകൾ വരുന്നത്. കംപ്ലൈന്റ്. അതെ, അവരാജ്. പിന്നീട് നിരവധി 13, 14, 15 വയസ്സുള്ള പെൺകുട്ടികൾ, അതായത് അതിക്രൂരമായിട്ട് നിരവധി തവണ ജെഫ്രി എപ്സ്റ്റീൻ തങ്ങളെ പീഡിപ്പിച്ചിരുന്നു. മറ്റ് പല രാഷ്ട്രീയ നേതാക്കൾക്കും കോടീശ്വരന്മാർക്കും സയന്റിസ്റ്റുമാർക്കും അക്കാഡമീഷ്യൻസിനൊക്കെ വിൽപ്പന ചെയ്യപ്പെട്ടിരുന്നു എന്നാണ് സ്ഥിരീകരിക്കുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള ചോദ്യം, ഇപ്പോൾ ഈ ജെഫ്രി എപ്സ്റ്റീൻ്റെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അതിവിശാലമായിട്ടുള്ള നെറ്റ്വർക്കാണ്. രാഷ്ട്രീയക്കാർ മുതൽ പല ആളുകൾ പോലും അതിലുണ്ട്. ഈ നെറ്റ്വർക്ക് മൊസാദിന് ഏറ്റവും താല്പര്യമുള്ള നെറ്റ്വർക്കായിരുന്നു ജെഫ്രിയുടെ നെറ്റ്വർക്ക് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, മൊസാദിൻ്റെ ഈ ഇസ്രായേലിൻ്റെ ഒരു സ്പൈ ആയിരുന്നു ഈ ജെഫ്രി? ഉറപ്പായിട്ടും ഇസ്രായേലിനെ പോലൊരു രാജ്യത്തിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ ഇത്രയും വിപുലമായ ഓപ്പറേഷൻ നടത്താൻ പറ്റില്ല. മറ്റേതെങ്കിലും രാജ്യമായിരുന്ന നേരത്തെ തന്നെ പുറത്തു വന്നേ. ഈ വിവരങ്ങളൊക്കെ പുറത്ത്, ഇപ്പോൾ ചൈനയാണേലും അമേരിക്ക ആണെങ്കിലും ഒക്കെ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞേനെ. ഇവിടെ അപ്പോൾ അമേരിക്കയുടെ തന്നെ നോക്കാം, 2 പ്രസിഡന്റുമാർ വരെ വന്നു പോയി. ഏതാ ട്രംപിൻ്റെ വന്ന് ബ്രിട്ടനിൽ ആൻഡ്രൂ രാജകുമാരൻ്റെ വന്നു. ആൻഡ്രൂ രാജകുമാരൻ 4 കാലയിൽ പെണ്ണുങ്ങളുടെ ശരീരത്തിൽ കൂടെ എഴഞ്ഞു നടക്കായിരുന്നു പറഞ്ഞു. അപ്പം അത്രയ്ക്ക് മാത്രം രീതി വൈകൃതങ്ങളുടെ ഒരു കേന്ദ്രമായിരുന്നു ഇയാളുടെ ഇയാളുടെ ദ്വീപ്. അതവിടെ പോയാൽ എല്ലാവരും കോൺഫിഡൻറ്റ്. സെൻറ്റ് ജെയിംസ് ഐലൻഡ്. അപ്പോൾ അവിടെ എല്ലാ തരത്തിലുള്ള ഈ വൃത്തികേടുകൾ ചെയ്യുകയും അവിടെ നമുക്ക് നമ്മൾ ഇന്നലെ സ്ലോവാക്കിയെ പറ്റി പറഞ്ഞില്ലേ, മയക്കുമരുന്നിൻ്റെ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു നമുക്കറിയത്തില്ലല്ലോ. അവിടെ ഈ നേതാക്കന്മാരെ ഇല്ലും ആ കൂട്ടത്തിൽ അവർ വരുന്ന വിമാനത്തിൽ തന്നെ മയക്കുമരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തത്തില്ല. ആര് ചെക്ക് ചെയ്യും? അപ്പം ലോകം മൊത്തം നിയന്ത്രിക്കുന്നത് ഇത്തരത്തിലുള്ള അധമശക്തികളാണ്. അധമശക്തികൾ നിയന്ത്രിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ ഈ മന്ത്രവാദത്തിലൊക്കെ പറയല്ലേ, ബാധ കൂടി എന്ന് പറയല്ലേ. ഈ ബാധ എന്ന് പറയുന്നത് ഈ പെൺപിള്ളേരാ. ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ശരീരത്തിൽ ഈ ബാധ കൂടിയെങ്കിൽ ആ പെൺകുട്ടി വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇയാളെ കൊണ്ട് ചെയ്യിക്കാം. അല്ല, ആ പെൺകുട്ടിക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ മതി, ട്രംപങ്ങളോട് ഇന്നത് പറ. ഇതിലിപ്പം എന്താണ്, മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള എഹൂദ് ബറാക്ക്, അത് അദ്ദേഹം എപ്സ്റ്റീൻ്റെ ഈ മാൻഷനിൽ നിരവധി തവണ, അതായത് 2013 നും 2017 ഇടയിൽ അവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഇമെയിൽസും അതേപോലെ ഈ ഇദ്ദേഹം എടുത്ത് വെച്ച ഈ ഫോട്ടോസ് ഉണ്ടല്ലോ പല നേതാക്കളുടെ, അതൊക്കെ നോക്കി വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ഇത് മാത്രമല്ല, പിന്നീട് ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് കോഫൗണ്ടഡ്, അതായത് കരീബിയൻ എന്ന് പറഞ്ഞിട്ടൊരു ടെക് ഫേം ഇവർ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അല്ല, ഇങ്ങനെ ഇപ്പോൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഇസ്രായേലിന്, ഖത്തർ, ഇറാന്, അതിനു മുമ്പ് പല സ്ഥലങ്ങളിലും പിൻ പോയിൻ്റായിട്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഗൗതത്തിനെ ബോംബ് ചെയ്ത് കൊല്ലാൻ, കൃത്യം ഒരു സംശയവും കൂടാതെ ഞങ്ങൾ 4 പേരുള്ളപ്പോൾ തങ്ങളെ മാത്രം പിൻ പോയിൻ്റ് ചെയ്ത് കൊല്ലാൻ, അവിടുന്ന് ഇസ്രായേലിൻ്റെ ടെലവീവിൽ നിന്ന് ഡയറക്റ്റ് ചെയ്ത് കൊല്ലാൻ പറ്റണമെന്ന് എങ്ങനെയാണ്? കൃത്യമായിട്ടും തൻ്റെ അടുത്ത് അതുപോലെ ആക്സസ് നേടിയെടുക്കാൻ പറ്റുന്ന ആരുടെയെങ്കിലും സഹായം വേണം. അതെ, അതിനെ പറ്റിയ ഏറ്റവും നല്ല ആൾക്കാരാണ്. അതിനെ പറ്റിയ ഏറ്റവും നല്ല ആൾക്കാർ ഇതുപോലുള്ള പെൺകുട്ടികളാണ്. വീട്ടുവേലക്കാരായിട്ട് വരാം, അവരുടെ പിള്ളേരെ ഡാൻസ് പഠിപ്പിക്കാൻ പറ്റുന്നവരായിട്ട് വരാം, മയക്കുമരുന്ന് കൊണ്ടുവരുന്നവരാകാം, പാല് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന പല തരത്തിൽ ആക്സസ് കിട്ടും. ഒരു സംശയവും കൂടാതെ കിടന്നു ചെല്ലാനുള്ള ആക്സസ് ഈ പെൺകുട്ടികൾക്ക് കിട്ടും. മുതിർന്ന സ്ത്രീകളായാലും പ്രായം കൂടിയ ആണുങ്ങളായാലും സംശയിക്കും. ഈ ബിൽ ഗേറ്റ്സ് ഉണ്ടല്ലോ, ഈ എപ്സ്റ്റീന് കിട്ടിയിരിക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ബിൽ ഗേറ്റ്സിൽ രോഗം ഉണ്ടാക്കുക. അതായത് പെൺകുട്ടികളെ വിറ്റിട്ട് ബിൽ ഗേറ്റ്സിൽ, അത് പറയുന്നുണ്ട് ഇതിൽ, അതായത് ബിൽ ഗേറ്റ്സ് രോഗാതുരനാകാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത്തരം നിരവധി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ, പലരും
ഭോഗിച്ച പെൺകുട്ടികളെ ഇയാൾക്ക് ബിൽഗേറ്റ്സിന് ഭോഗിക്കാൻ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം രോഗാതുരനായി മാറി തീർന്നിരിക്കുന്നു. അത് എപ്സ്റ്റിന്റെ ഒരു ലക്ഷ്യമായിരുന്നു, ഇയാളെ രോഗാതുരനാക്കി മാറ്റുക എന്നുള്ളത്. അത് ബിൽഗേറ്റ്സിന് പകരം എലോൺ മസ്കിൻ്റെയും കൂടെ ലക്ഷ്യമായിരിക്കും. രണ്ടും കൂടെ ഒക്കെ ഒരുമിച്ച് വന്ന് കാണും. ഈ ബിൽഗേറ്റ്സിനോട് ശത്രുതയുള്ള വേറെ ലെസ്ബോസ് ഒക്കെ ഇല്ലേ, അവർക്ക് ഇയാളോട് ശത്രുത ഉണ്ടെങ്കിൽ ബിൽഗേറ്റ്സിനെ ഒഴിവാക്കേണ്ട ആവശ്യമുള്ള വേറെ ബിസിനസ്സുകാരുണ്ടെങ്കിൽ ബിൽഗേറ്റ്സിനെ ഒഴിവാക്കുന്നതിന് വേണ്ടി $10,000 കോടി വേണേൽ കൊടുക്കും. ഏതാ ലാഭം? ഏതാ? ഏറ്റവും എളുപ്പ വഴിയല്ലേ ഇത്? ഇതാ ഞാൻ പറഞ്ഞത്, പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ യാതൊരു സംശയവും കൂടെ നമ്മുടെ ഒരു കുഞ്ഞിന് അമ്മ മുലപ്പാൽ കൊടുക്കണ്ട നമ്മൾ സംശയിക്കുമോ? ആ മുലപ്പാൽ വിഷം ചേർത്തിട്ടുണ്ടെങ്കിൽ. അപ്പം അങ്ങനെ സംശയമില്ലാത്ത രീതിയിൽ ആർക്കും യാതൊരു പിടിയും കൊടുക്കാതെ ഇടപെടാൻ പറ്റുന്നൊരു നെറ്റ്വർക്ക് സംവിധാനം, താങ്കൾ ആദ്യം പറഞ്ഞ ചാരപ്രവർത്തനത്തിൻ്റെ സംവിധാനം ഈ പെൺകുട്ടികൾക്ക് അറിയത്തില്ല തങ്ങൾ എന്താ ചെയ്യുന്നതെന്ന്. പെൺകുട്ടികൾക്ക് തങ്ങൾ എന്താ, അവർ ഒരു ക്യാമറ കൊടുത്തു വിടുന്നു, ഇവിടെ ഇത്ര 4 പേര് ഇരിക്കുന്നു, അവർ ഇന്ന സീറ്റിലൊക്കെ ആയിരിക്കുന്നത്, ഇന്ന സമയത്ത് അവർ എഴുന്നേക്കും. ഇത്രയും വിവരങ്ങൾ പുറത്ത് കിട്ടിയാൽ മതി. ഒരു സംശയവും കൂടാതെ ഇത്തരം വിവരങ്ങൾ പുറത്തെത്തിക്കാൻ പറ്റും അവർക്ക്. അതാണ് ഇസ്രായേൽ ഉപയോഗിച്ചത്. അതിനുപയോഗിച്ച കണ്ണിയാണ്, മെയിൻ കണ്ണിയാണ് എപ്സ്റ്റൈൻ. ഇതിൽ ഇസ്രായേലിന്റെ നേതാക്കളുടെ പേരൊന്നും വരുന്നില്ല. അതാണ് കേന്ദ്രത്തിലെ മന്ത്രിയുടെ വരവൊന്നും, ഇന്ത്യയിലെ മന്ത്രിയുടെ വരവൊന്നും. ഇതിലിപ്പം എന്താണ് ട്രംപിനെ കുറിച്ചിട്ട് എപ്സ്റ്റൈൻ മാക്സ്വെലിന് അയച്ച ഒരു ഇതിൽ പറയുന്നത്, ദാറ്റ് ഡോഗ് ദാറ്റ് ഹാസ് ഇൻ ബാർക്ഡ് ഈസ് ട്രംപ്, വിക്ടിം സ്പെൻഡ് ഹവേഴ്സ് അറ്റ് മൈ ഹൗസ് വിത്ത് ഹിം. അതായത് ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ഇയാളുടെ ദ്വീപിൽ 75 ഏക്കറുള്ള ഈ സെന്റ് ജെയിംസ് എന്ന് പറയുന്ന ദ്വീപിൽ ട്രംപുമായിട്ട് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പാണ് നിരവധി തവണ ചെലവഴിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? അല്ല, ട്രംപിനെ പറ്റി അതായത് യഥാർത്ഥത്തിൽ ഈ ഫയൽ കൊണ്ട് ഇപ്പൊ ഞെട്ടിത്തരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ തന്റെ പ്രസിഡന്റ് സ്ഥാനം പോലും അപകടത്തിലായിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിനാണ്. ഇതിനൊരു സ്ഥിരീകരണം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിന് എയ്ഡ്സ് ഉണ്ടോ, എയ്ഡ്സ് രോഗബാധിതനാണോ ട്രംപ്, അതിന് ചികിത്സിക്കുന്നുണ്ടോ അദ്ദേഹം എന്ന് പോലും ഇപ്പം ലോകം ചോദിക്കുകയാണ്. ഈ എന്താണ് എപ്സ്റ്റൈൻ ഫയൽസിലെ രഹസ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പം ലോകത്തിലെ ചർച്ച മുഴുവൻ മാറുന്നത്. അതുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങളും നിർണായകമാകുന്നത്. ട്രംപിന് എയ്ഡ്സ് ഉണ്ടോ? ട്രംപിന് എയ്ഡ്സ് ഈ രീതിയാണ് കഥയെങ്കിൽ, ബിൽഗേറ്റ്സിൻ്റെ കാര്യം പറഞ്ഞ സത്യമാണെങ്കിൽ ട്രംപും ചിലപ്പോൾ ആ രോഗം മാരകമായ രോഗം പിടിപെട്ടിരിക്കാം. അത് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. ഒരുപക്ഷെ അങ്ങനെയുള്ളൊരു രോഗം അയാളിലേക്ക് പെടുത്തുക എന്നുള്ളത് ചില ലോകശക്തികളുടെ ആഗ്രഹമായിരിക്കും. അടുത്ത കാലത്തുണ്ടായ ഏറ്റവും അസർട്ടീവായിട്ടുള്ള അമേരിക്കൻ പവർ എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. നമ്മളെന്തെല്ലാം പറഞ്ഞാൽ നമുക്കെന്തെല്ലാം യോജിപ്പുണ്ടെങ്കിലും ആ ട്രംപിനെ നിരക്ക് നിർത്തുകയോ ഇല്ലാതാക്കുകയോ ചെയ്യേണ്ട, ഈവൻ ഇസ്രായേലിനെതിരായിട്ട് വരെ ട്രംപ് ചില നിലപാടെടുത്തു. ആ യുദ്ധകാലത്ത് ഇസ്രായേലിനെതിരായിട്ട് വരെ നിലപാടെടുത്തു. ഇസ്രായേൽ ഇഷ്ടപ്പെടാത്ത സമാധാന ചർച്ചകളിലേക്ക് ഇസ്രായേലിനെ കൊണ്ടുപോയി. അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പം ട്രംപിന് ഒരു ടാർഗറ്റ് ആയിരുന്നിരിക്കാം, ഇങ്ങനെ ഒരു അസുഖം ഉണ്ടാക്കാൻ ഉള്ള ടാർഗറ്റ് ആയിരുന്നിരിക്കാം. ട്രംപ് അതിൽ വീണ് പോയിട്ടുണ്ടായിരിക്കും. അവസാനമായിട്ടൊരു കാര്യം ചോദിക്കാം സാറേ, ഇതിലിപ്പം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അംബാനിയുടെയും വരെ പേര് കേന്ദ്രമന്ത്രി വന്നിട്ടുണ്ട്. അപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ വരും ദിവസങ്ങളിൽ വരും. ഏതാനും ചെറിയ ഭാഗങ്ങളൊക്കെ ഇപ്പം പുറത്തു വന്നിരിക്കുന്നത്. അപ്പം ഇതിൽ ഇസ്രായേലുമായിട്ട് മോദിയെയും അംബാനിയൊക്കെ അടുപ്പിക്കാനായിട്ട് ജെഫ്രി എപ്സ്റ്റൈൻ ഒരു ഇടനാഴിയായി പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. അല്ല, അതിലൊരു പ്രശ്നം വെച്ചാൽ ഇയാളൊരു കണ്ണിവല്ലായിരിക്കും. ഇവർ രണ്ടുപേരുടെ നാച്ചുറൽ ഫ്രണ്ട്ഷിപ്പാണ് ഇസ്രായേൽ ഇന്ത്യ. അത് നമ്മൾ അതിന് വേറെ എക്സാരേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. എൻ്റെ അഭിപ്രായത്തിൽ എക്സാരേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നാച്ചുറലായിട്ട് ഇന്ത്യക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഏക രാഷ്ട്രീയ ശക്തി ഇപ്പോൾ നിലവിൽ. അമേരിക്ക കണ്ടുള്ള പല ഫ്രണ്ട്ഷിപ്പ് റഷ്യയും ഇസ്രായേലുമാണ് ഇന്ത്യക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന 2 രാഷ്ട്രീയ ശക്തികൾ. ബാക്കിയുള്ളവർ ഏത് സമയത്ത് നമ്മളെ കാലുവാരും തള്ളിക്കളയും. ഇസ്രായേൽ സ്ട്രോങ് ആയിട്ട് നമ്മളോട് നിൽക്കും. ഒന്നുകൂടെ അറിഞ്ഞിരുന്നു, ഇപ്പം ഞാനിത് വായിച്ചപ്പോൾ മനസ്സിലാകുന്നത്, ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് പ്ലസ് ഇന്ത്യൻ മാൻ പവർ, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ദ ഡെഡ്ലിയസ്റ്റ് ഫോഴ്സ് ഇൻ ദ വേൾഡ്. ഇന്ത്യൻ മാൻ പവറും ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് തലച്ചോറുമാണ് ഡെഡ്ലിയസ്റ്റ് മാൻ രണ്ടിൻ്റെ കോമ്പിനേഷൻ മാറിത്തീരാൻ പോകുന്നത് ലോകത്തിൽ. അതിൻ്റെയൊക്കെ തെളിവുകളാണിത്. എപ്സ്റ്റൈനെ പോലുള്ള ഒരുത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ നേതാക്കന്മാരെയും പരിധിക്ക് നിർത്താൻ ഇസ്രായേലിനെ പറ്റുന്നുണ്ടെങ്കിൽ എന്താ സാധിച്ചുകൂടാതെ? അപ്പോൾ ഇത് ഇസ്രായേലിന്റെ വിജയമാണ്. ഇസ്രായേൽ വിജയം. ഈ ജെഫ്രി എപ്സ്റ്റൈൻ്റെ മാതാപിതാക്കൾ ജൂതന്മാരായിരിക്കും. ജൂതന്മാരാണ്.